ഹലോ 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 ലിയാഖത്ത് ഭായ്, അതെ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖം. പിന്നെ താങ്കളുടെ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഉം. ഇപ്പൊ ഫ്രീ അല്ലേ? പറഞ്ഞോളൂ. പിന്നെ ഇപ്പൊ എനിക്കുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാല്, ഉം. താങ്കൾ മുമ്പൊരു വിശ്വാസിയായിരുന്നു. ഉം. അപ്പൊ താങ്കൾ വിശ്വാസിയായിരിക്കെ പിന്നെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഉള്ള വ്യത്യാസം എന്താണെന്ന് പറയാൻ പറ്റുമോ? നല്ല ലൈക്ക് സമാധാനം. താങ്കളുടെ പേഴ്സണൽ വ്യത്യാസമല്ല, പേഴ്സണൽ ലൈക്ക് എന്ന് ഒരു പറഞ്ഞാൽ ഡിഫറൻസ്. നമ്മളെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ മനസ്സമാധാനം മാറും. അതല്ല, പേഴ്സണൽ ആയിട്ടുള്ള വ്യത്യാസമല്ല, വേറെന്ത് വ്യത്യാസം? ഡിഫറെന്റ് അല്ല. പക്ഷെ സാമൂഹികപരമായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഉണ്ടാവില്ലേ? ലൈക്ക് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇസ്ലാമില് കാഫിറിങ്ങളെ സാമൂഹികമായിട്ട് കൊല്ലാൻ നമുക്ക് എല്ലാ പറയുന്നുണ്ട്. മനുഷ്യരും ഇപ്പം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യനൊന്നും കാണില്ല. ഇപ്പൊ മനുഷ്യന്മാരെ കാണുന്നുണ്ട്. അതിപ്പോ മുസ്ലിം ആ ടൈമിൽ നിങ്ങൾ അങ്ങനെ കണ്ടിരുന്നോ? അല്ല, ലൈക്ക് നമുക്ക് നിങ്ങൾ മുസ്ലിമായി എല്ലാത്തിനകത്തും ഈ മതത്തിന്റെ എലമെന്റ് ഒരുപാട് കാര്യങ്ങളില് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എലമെന്റില് മതപരമായ കുറെ ഫിൽട്ടറുകൾ അതിലൊരു ഉണ്ടാവും. മൂന്ന് എലമെന്റ് ഒന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് മതത്തിന്റെ എലമെന്റ് എല്ലാ താങ്കൾ കാര്യങ്ങളിലും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ഒരു 3 ഉദാഹരണം ഒന്ന് പറയാൻ പറ്റുമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. അപ്പൊ മതപരമായിട്ട് തന്നെ ആലോചിക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ സക്കാത്തിന്റെ കാര്യം എടുക്കാം. ഓക്കെ ഫിൽട്ടർ ചെയ്യണ്ടേ? ഫിൽട്ടർ ചെയ്യണം. സക്കാത്തിന്റെ കാര്യത്തിൽ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്യണം. പക്ഷെ ഫിൽട്ടർ ചെയ്യണം. സദക്ക എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉലുഹിയത്തിന്റെ ഇറച്ചി ഫിൽട്ടർ ചെയ്യണ്ടേ? ഓക്കെ, തീർച്ചയായും. ഒരാള് എന്താ മതപരമായിട്ടുള്ള പറയാ, ഇപ്പൊ രീതിയിൽ നോക്കണമെങ്കിൽ ഫിൽട്ടർ ഒരു ചെയ്യണം. ആഘോഷത്തിന് വിളിക്കുകയാണ്. ഒരു വീട്ടിലൊരു ആഘോഷം നടക്കണം. അതെ, ഇപ്പൊ ഓണാഘോഷാണ്. പോകാൻ പറ്റുമോ? ഓക്കെ. ഓണാഘോഷം ഇൻ ദ സെൻസ് വാട്ട്? ഓണാഘോഷം ഇൻ ദ സെൻസ് അവരുടെ വാട്ടില്ല. മതാചാരങ്ങളിൽ പങ്കുചേരാൻ അപ്പൊ പാടില്ല. പക്ഷെ നമുക്കിപ്പോ ആ പോയിട്ട് ഫിൽട്ടറുകളൊന്നുമില്ല. ഭക്ഷണമൊക്കെ ഇപ്പൊ കഴിക്കാം. നമുക്ക് പ്രശ്നമില്ല. മനുഷ്യര് സന്തോഷമായിട്ട് ഇരിക്കുന്നിടത്ത് പോയിട്ട് അവിടെ ഇപ്പൊ ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. നോമ്പ് ഇന്നിപ്പോ ആരെങ്കിലും പെരുന്നാളിന് ചോറ് തിന്നാൻ വിളിച്ചാലും പോവാം, ക്രിസ്മസിന് കേക്ക് കഴിക്കാൻ വിളിച്ചാലും പോവാം, ഓണത്തിന് സദ്യ കഴിക്കാൻ അതെ, വിളിച്ചാലും പോവാം, ഒക്കെ പോവാം. എന്റെ മുന്നിൽ തീർച്ചയായും പോകാം. മനുഷ്യരെ ഇങ്ങനെ എന്താ പറയാ, ജാതിയും മതത്തിന്റെ അതല്ല അടിസ്ഥാനത്തില് അതല്ല ഞാൻ കാണേണ്ട ലിയാഖത്ത് കാര്യമില്ല. ഭായ് അതന്നെ, അത് ലിയാഖത്ത് ഭായ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ. ലിയാഖത്ത് ഭായ് ഒരു മിനിറ്റ്. ഉം. ലിയാഖത്ത് ഭായ് ഒരു മിനിറ്റ്. ഉം. ഇപ്പൊ നിങ്ങൾ വിശ്വാസി ആയിരുന്ന സമയത്ത് ഉം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്യുമ്പോഴും ലൈക്ക് അതൊന്നല്ല. നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു മതപരമായിട്ടുള്ള ഒരു ഫിൽട്ടറിലൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. മതപരമായിട്ടുള്ള വിശ്വാസിയായിരുന്നെങ്കിൽ ഫിൽറ്റർ ഇൻ ദ അങ്ങനെയാണ്. സെൻസ് വിശ്വാസിയായിരുന്ന സമയത്ത് അങ്ങനെയാണ്. അങ്ങനെ ആയിരുന്നോ? അങ്ങനെ തന്നെയായിരുന്നു. ലൈക്ക് താങ്കൾ ഓണപരിപാടിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പോയില്ലായിരുന്നു? ഞാൻ ഇല്ല, വളരെ അപൂർവമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഇത് ഇത്ര തീവ്രമായിട്ട് ഇങ്ങനെ നിരോധനങ്ങൾ അപൂർവം വന്നിട്ടില്ല. മീൻസ് താങ്കൾ പോയിരുന്നു. പോയിരുന്നു. പക്ഷെ ഞാന് അപൂർവമായിരുന്നു. പിന്നെ വിശ്വാസിയായിരുന്ന സമയത്ത് കല്യാണം കഴിച്ച് എന്റെ വൈഫിനെ എന്താ ഹിജാബ് നിർബന്ധിച്ചിട്ടില്ല. ഓക്കെ, ഹിജാബ് ഒന്നും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ നിർബന്ധിക്കണം എന്ന നിർബന്ധം എനിക്ക് മുകളിലുണ്ടായിരുന്നു. നിർബന്ധിക്കണമെന്ന നിർബന്ധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. മുകളിലുണ്ടായിരുന്നു. ചുറ്റൊന്നും ഉണ്ടായിരുന്നു. അതെ. താങ്കൾ വിശ്വാസി ആയിരുന്ന സമയത്ത്. വിശ്വാസി ആയിരിക്കുകയും മനുഷ്യരിൽ ഇപ്പൊ എന്റെ ആ സ്വഭാവത്തിലുള്ള എന്റെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം കൊണ്ടാണല്ലോ നമ്മളിത് കൂടുതൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെയെന്ന് പഠിക്കേണ്ടി വരുന്നത്. അതെ, അപ്പോഴാണുള്ള ഇതിൽ അപാകതകൾ. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചു ഇതൊക്കെ ചില തീവ്ര ചിന്താഗതിക്കാരുടെ പ്രശ്നമാണെന്നൊക്കെ ആയിരുന്നു. അങ്ങനെയല്ല എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായി. നിങ്ങളെ അപ്പോ പോയിന്റ് എന്താണ് എന്നോട് ഞാൻ ഒരു ചോദ്യം സംസാരിക്കുന്നതിൽ നിന്ന് ചോദിക്കട്ടെ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്താണ് അപ്പൊ എന്ത് അത് പോയിന്റാണ് നിങ്ങൾ അല്ല, ശ്രമിക്കുന്നത്? താങ്കളുടെ ഞാൻ ഒരുപാട് ഇങ്ങനെ കോളുകൾ കാണാറുണ്ടല്ലേ, ഉം. ഉം. ഇങ്ങനെ ഈ വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ. അതിൽ പല ആളുകളും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളത്, ലൈക്ക് ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് താങ്കൾക്ക് വിളിച്ചിരുന്നു, ഒരു സഹോദരൻ താങ്കൾക്ക് വിളിച്ചിരുന്നു. അപ്പൊ താങ്കളോട് പറഞ്ഞത്, പക്ഷെ എന്റെ ഒരു കൂട്ടുകാരനുണ്ടാവും, സുഹൃത്താണോ സഹോദരനാണോ? ഒരു ഹിന്ദു സഹോദരനായിരുന്നു, ഹിന്ദു ഒരു ഹിന്ദു സഹോദരനോ? സുഹൃത്തായിരുന്നു. ഹിന്ദു സുഹൃത്തായിരുന്നു സുഹൃത്താണോ അവൻ. ഹിന്ദു സഹോദരനാണോ? അതെ, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഹിന്ദു താങ്കൾക്ക് വിളിച്ചത്. സുഹൃത്താണോ സഹോദരനാണോ? പറയൂ. എനിത്തിങ് ഡസന്റ് മാറ്റർ. അല്ല, മാറ്റർ ആണ്. ഹിന്ദു അല്ല, സുഹൃത്താണോ ഹിന്ദു ഹിന്ദു ആയിട്ടുള്ള സഹോദരനാണോ? ഒന്നുകൂടി പറയൂ. ഒരു മിനിറ്റ്. മതം എങ്ങനെയാ മനുഷ്യന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നത് ഇപ്പൊ പറഞ്ഞുതരാം. ഹിന്ദു സുഹൃത്താണോ ഹിന്ദു സഹോദരനാണോ?
എനിത്തിങ് അതെന്റെ കാഴ്ചപ്പാടല്ലേ. അതന്നെ എനിക്കൊരു നിങ്ങളെ വ്യക്തി എങ്ങനെ കാഴ്ചപ്പാടാ കാണണം ചോദിച്ചത്. എന്നുള്ളത് ഹിന്ദു സുഹൃത്താണോ നിങ്ങൾ മതപരമായിട്ടുള്ള പറഞ്ഞത്? നോക്കിയിട്ടല്ലല്ലോ. നിങ്ങൾ ഹിന്ദു സഹോദരൻ തെറ്റായി പറഞ്ഞാണോ? ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഹിന്ദു അല്ലല്ല, അത് സഹോദരനായിട്ട് നിങ്ങൾ എടുക്കാം, ഹിന്ദു പറഞ്ഞത് ഏത് സുഹൃത്തായിട്ട് എടുക്കാം. അർത്ഥത്തിലാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് ആക്ച്വലി താങ്കൾക്ക് അല്ല, മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായി. നിങ്ങൾ ആ പറഞ്ഞ ഞാൻ വാക്കില് പറഞ്ഞത് നിങ്ങൾ ഈ മതത്തിന്റെ വ്യത്യാസം എങ്ങനെയാന്ന് ഞങ്ങൾ ഓക്കെ കുറച്ചുകൂടി ഓക്കെ പ്രൂവ് ചെയ്യാൻ ഓക്കെ വേണ്ടിട്ടാണ്. ഹിന്ദു സഹോദരൻ ഹിന്ദു വിളിക്കാം. സഹോദരൻ താങ്ക് യു. ഒരാളെ വിളിക്കാൻ പാടുണ്ടോ? ഒരാളെ വിളിക്കാൻ പാടില്ല ഇൻ ദ സെൻസ് വാട്ട്? ഹിന്ദു സഹോദരൻ എന്ന് അഭിസംബോധന ചെയ്യാൻ പാടുണ്ടോ? പറയാൻ പറ്റുണ്ടോ? ഹിന്ദു സഹോദരൻ അഭിസംബോധന ചെയ്യാൻ പാടുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, തീർച്ചയായും. ഇസ്ലാമികമായിട്ട്, ഞാൻ അത് മതപരമായിട്ട് അത് ചോദിച്ചു. എന്റെ പേഴ്സണൽ ഞാൻ പേഴ്സണലായിട്ട് ആയിട്ടുള്ള ഓക്കെ, ഞാൻ കാര്യമാണ്. മതപരമായിട്ട് ചോദിക്കാം. മതപരമായിട്ട് അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വരുന്നത് ആക്ച്വലി ഇപ്പൊ. അല്ല, അതാണ് അത് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അല്ല, ഞാൻ പറഞ്ഞു തരാണ്. താങ്കളുടെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി താങ്കൾക്ക് വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു മുസ്ലിം സഹോദരനുണ്ട്, പക്ഷെ ഓന് മുസ്ലിം എന്നൊരു രീതിയിലല്ല നടക്കുന്നത്, ഓന് വെള്ളമൊക്കെ അടിക്കും. അപ്പൊ പല ആളുകളും പറയുന്നത് അവൻ മുസ്ലിം അല്ല, അവന് വെള്ളമൊക്കെ അടിക്കും. നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ ഇസ്ലാമിനെ കുറിച്ചാണ് പറയാറ്. ഞാൻ അതിലേക്ക് എത്താം. വേഗം വരൂ, വെറുതെ നമ്മളിങ്ങനെ വെറുതെ വേലിക്ക് ചുറ്റും കിടന്ന് ഓടണ്ടല്ലോ. അവർ പറഞ്ഞത് ആ വ്യക്തി പറഞ്ഞതെന്ന് വെച്ചാല് പല ആളുകളും വിളിക്കുന്ന രീതി പറഞ്ഞതെന്ന് വെച്ചാല് അവന് മുസ്ലിമുള്ള രീതിയിലല്ല നടക്കുന്നത്, അവന് വെള്ളമൊക്കെ അടിക്കലുണ്ട്. പക്ഷെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ത് അവൻ മുസ്ലിങ്ങളെ രീതിയിലല്ല നടക്കുന്നത്, അവന് ഹിന്ദുക്കളെ കൊല്ലാറൊന്നുമില്ല, അവന് നല്ല രീതിയിലാണ് നടക്കുന്നത്, അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ താങ്കൾ പറയുന്നുണ്ട് ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. എന്ത് പഠിപ്പിക്കുന്നുണ്ടെന്നാ? അല്ല ഇസ്ലാം അൽഹംദുലില്ലാ. If you don't mind, please wait, Liaquat bhai, okay? الحمد لله. اول دائما ما يجي وين وقفوا؟ يعني يقول ما في الا فرن سكر هذا صح؟ ايه صح. ايوه بعدين لا انا مش سكر اقول. يعني بيجي درايفر يقول ما في الا فرن، تقول تعال داخل. ها صح اول. ايه فهمت. ايه وين وقف؟ من هناك. شو المشكله هذا الموضوع؟ بيجي عشان شو المشكله؟ هذا نفس الشيء من الاول؟ نفس الشيء ماشي فرق. اوكي اقدر خلي مني صح؟ خلاص خلي. اوكي. من برا؟ ايه اكيد ان شاء الله. صح؟ ايه صح. كم نمبر؟ هذا انت سوي تليفون الحين صح؟ شوي قبل؟ ايوه 40. هي لا صح. اوكي زين ان شاء الله. مشكور. ما يسكر ظهر؟ لا ما سكر. ما يسكر بالجمعه. ايه صح. يوم سكر. لا جمعة سكر. بعد صلاة صح. بعد صلاة يفتح الساعة 3:30. بس دخل ثالثة. ايه. ولا يروح بيت؟ لا بيت. ها؟ بيت. كل يوم يجي الجمعة مفتوح داخل محل. لا مش مفتوح. الا الدراهم يجي مني. بس هذا وقت انا مفتوح، هذا في كاستمر ليش عن هذا. يلا شكرا احمد. عفوا جزاك الله خير. ഹലോ പറയൂ. ഹലോ എന്ത് പഠിപ്പിക്കേണ്ടതാണ് നിങ്ങൾ പറഞ്ഞത്? അതായത് താങ്കൾ പറയുന്നുണ്ട് കാഫിര്യങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ട്. ഖുർആനിലുണ്ടെന്നാണ്. ഇസ്ലാമിൽ അങ്ങനെ പറയുന്നുണ്ട്. സംശയമുണ്ടോ? പക്ഷെ ഈ നമ്മുടെ ഈ ഇപ്പത്തെ സമകാലീന സാഹചര്യം വെച്ചിട്ട് നോക്കുമ്പോക്ക് ഒരാൾ പോലും പറയുന്നില്ല എന്ത് അവൻ മുസ്ലിം എന്ന്, ലൈക്ക് അവൻ ആരെയും കൊല്ലുന്നൊന്നുമില്ല. ഇതെന്താ അറിയോ, നമ്മള് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികള് എല്ലാ മുസ്ലിങ്ങളും അപകടകാരികളാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനു വേണ്ടി വെള്ളം കോരുകയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞോളി, ഞാൻ പറയാം നിങ്ങളോട്. നിങ്ങൾക്ക് അതിൽ അപകടമൊന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. യു ക്യാൻ കണ്ടിന്യൂ, ക്യാരി ഓൺ. അതെനിക്ക് മനസ്സിലാവും. ഇനി പറയുന്ന വചനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിന്യൂ. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. അതിന്റെ അപകടം നിങ്ങൾക്കാണ് മനസ്സിലാവാത്തത്. ഇത്തരം നരേഷന് വേണ്ടി വെള്ളവും വളവും കോരുന്ന പണിയാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ അത് നിർബന്ധിക്കുകയാണ്, നമ്മൾ ചെയ്യാം. നോ ഇഷ്യൂ. യു കണ്ടിന്യൂ. ഇത് കംപ്ലീറ്റ് ചെയ്യൂ. അപ്പൊ അങ്ങനെ ആരും പറയുന്നത് കേൾക്കുന്നില്ല. അതായത് നിങ്ങളെ പോയിന്റ് ഇത്രയാണ്. പണ്ടൊരാൾ വിളിച്ച സമയത്ത് അവൻ മുസ്ലിങ്ങളെ പോലെയൊന്നും അല്ല, അവൻ കള്ളു കുടിക്കാറുണ്ട് എന്ന് പറയുന്നു. അതേ സമയത്ത് ഓ മുസ്ലിങ്ങളെ പോലെയൊന്നും അല്ല, ഹിന്ദുക്കളൊന്നും കൊല്ലാറില്ല എന്നാരും പറയാറില്ല. അതല്ലേ നിങ്ങളെ പോയിന്റ്? എക്സാക്ട്ലി. ഞാനിപ്പോ പറയാണ്,
ഈ ഇപ്പൊ നിങ്ങൾ ഒരു മുസ്ലിമാണ്, പക്ഷെ നിങ്ങൾ എല്ലാ മുസ്ലിങ്ങളെയും പോലെ, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ പിന്നെ ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിച്ച് നോക്കി തുണിയൊക്കെ മാടി നോക്കിയിട്ട് ആളെ കൊല്ലാറില്ലാത്തൊരു മുസ്ലിമാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കുമോ? തീർച്ചയായും. ആ, ഞാൻ പറഞ്ഞില്ലേ, ക്ലിയർ. ഇനി എന്തെങ്കിലും സംശയം? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ സർട്ടിഫിക്കറ്റ് തന്നു. അതന്നെ, നിങ്ങൾ അങ്ങനെ തുണിയൊക്കെ പൊക്കി നോക്കി ഷഹാദത്തൊന്നും ചൊല്ലി നോക്കി ആളെ കൊല്ലാത്ത ഒരു മുസ്ലിമാണ്. അതാ ഞാൻ പറഞ്ഞ സമകാലിക ഇന്ത്യയിൽ ഞാൻ പറയാണ്, നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് നിന്ന് ആളുകളുടെ ജാതി മതം അവരുടെ പിന്നെ ലിംഗാഗ്ര ചർമ്മം നോക്കിയിട്ട് ആളെ കൊല്ലാത്ത തരം ഒരു മുസ്ലിമാണ് നിങ്ങൾ. വെരി ഗുഡ്, യു കണ്ടിന്യൂ. അടുത്ത പോയിന്റ്. അല്ല, നിങ്ങൾ അങ്ങനത്തെ ഒരു മുസ്ലിമാണ്. ഇപ്പൊ ആ പ്രശ്നം തീർന്നില്ലേ? അല്ല, ആ ഫോണിൽ വിളിച്ച സഹോദരൻ പറഞ്ഞ അയാളുടെ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കുറിച്ചും പറഞ്ഞു. ആ, പിന്നെന്താ, പോരെ? ഹാപ്പി അല്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ പോയിന്റ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞതിനുള്ള മറുപടി തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവാത്താണ്. ഇത് കേൾക്കുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല. ഇത് കേൾക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവാൻ വകയില്ല. ആ മറുപടി സാറ്റിസ്ഫൈഡ് അല്ല ബ്രോ. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ചോദ്യത്തിനുള്ളതാണ് മറുപടി കിട്ടുക. ചോദ്യത്തിനനുസരിച്ചാണ് മറുപടി. ഇപ്പൊ നിങ്ങൾ അങ്ങനെ വഴിയിൽ കാണുന്ന മനുഷ്യരെ മതം നോക്കി അവരെ കൊണ്ട് കലിമ ചൊല്ലിപ്പിച്ച് നോക്കി അവർ മുസ്ലിം ആണോ എന്ന് വെരിഫൈ ചെയ്ത് ആളെ കൊല്ലാത്ത ഒരു മുസ്ലിമാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇനി എന്താ വേണ്ട നിങ്ങൾക്ക്? അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ അങ്ങനെയോട് പറഞ്ഞില്ല. അപ്പൊ അല്ല, ഞാൻ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണതെന്ന്, നിങ്ങൾ എന്തിലേക്കാണ് ഇത് ചോദിച്ചു വന്നതെന്നും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ല. നിങ്ങളെ വിട്ടേക്കൂ, അടുത്ത പോയിന്റിലേക്ക് പോകും. പറഞ്ഞോളൂ. അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നത് മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു എന്നല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നതിലേക്ക് നിങ്ങൾ നോക്കണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ അഗ്രി ചെയ്തു. ഞാൻ പറയുകയും നിങ്ങൾ അത് ശരിയാണെന്ന് അഗ്രി ചെയ്ത് കഴിഞ്ഞു. ലിയാഖത്ത് ഭായ് പ്ലീസ്, താങ്കൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നതിൽ നിങ്ങളുടെ മനസ്സിലാക്കലിന്റെ പ്രശ്നമാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്, ഒരു മിനിറ്റ്, നിങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് ഖുർആനിൽ അങ്ങനെ, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ ചെയ്യുമായിരുന്നു എന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല. പിന്നെന്താണ് നിങ്ങളെ പോയിന്റ്? നിങ്ങളെ പോയിന്റ് പറയും. നിങ്ങൾ വെറുതെ ഇങ്ങനെ നിങ്ങൾ എന്തറിയോ, നിങ്ങൾ ഇങ്ങനെ വേലിക്ക് ചുറ്റും കിടന്ന് ഓടുമ്പോ ഓരോരോ കുരിശ് വെറുതെ നിങ്ങൾ തലി വെക്കും. അല്ല, ഇറ്റ്സ് മൈ ഡൗട്ട്. ഇതിന്റെ ഒരു സംശയമല്ല. അല്ല, നിങ്ങളുടെ സംശയമല്ല. നിങ്ങൾ ഇതിനകത്ത് പ്രയോഗിക്കുന്ന ഈ കുയുക്തി ഉണ്ടല്ലോ, അത് നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മാത്രമേ ഇത് മനസ്സിലാവാത്തുള്ളൂ, കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലായി. പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടാ. എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ നേരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യത്തിലേക്ക് വരൂ. അതാണ് ഏറ്റവും നല്ലത്. അല്ല, നിങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല, നിങ്ങൾ ഇങ്ങനെ വേലിക്ക് ചുറ്റുമാണ് ഓടുന്നത്. നിങ്ങൾ പോയിന്റിലേക്ക് വരുന്നില്ല. നിങ്ങൾ പോയിന്റിലേക്ക് വരും എന്ന് തോന്നിച്ചു, പിന്നെ നിങ്ങൾ വിട്ടു. ലിയാഖത്ത് ഭായ് താങ്കൾ അതിന് എന്തൊക്കെയോ പറഞ്ഞു വഴിതിരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ സ്ട്രൈറ്റ് ഫോർവേഡിലായിരുന്നു. പക്ഷെ താങ്കൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം. താങ്കളുടെ ഒരു വീഡിയോയില് താങ്കൾ പറയുന്നുണ്ട്, നമുക്ക് പ്രശ്നം ഇവിടുത്തെ മുസ്ലിംകളല്ല, ഇസ്ലാം മതത്തിലുള്ള അതിന് ശരീഅത്താണ് പ്രശ്നം താങ്കൾ പറയുന്നുണ്ട്. ഹലോ, കംപ്ലീറ്റ് ചെയ്യൂ. താങ്കൾ പറയുന്നുണ്ട് ഇവിടുത്തെ മദ്രസകളിൽ നിന്ന് ഇതൊന്നും ഇതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. വേറെ വീഡിയോയിൽ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യമാണ് പറഞ്ഞതായി ഇവിടെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെയോ പറഞ്ഞത്. ഞാനിത് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല. ഇത് പാടെ തള്ളിക്കളയണം എന്ന് പറയുന്നത് ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നടക്കാം. താങ്കൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കേൾപ്പിച്ചാൽ മുസ്ലിംസ് അല്ല നമുക്ക് പ്രശ്നം, മുസ്ലിങ്ങളല്ല പ്രശ്നം, ഇസ്ലാമാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങളിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് രണ്ടാണ്. അതെ, ഓക്കെ. ലൈക്ക് ഇസ്ലാമിലുള്ള ശരീഅത്താണ് പ്രശ്നം അല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമാണ് പ്രശ്നം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമാണ് പ്രശ്നം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരീഅത്ത് മാത്രമല്ല, പിന്നെ ശരീഅത്ത് മാത്രമേ ഇസ്ലാമുള്ളൂ. ലൈക്ക് അതല്ല,
അല്ല ലൈക്ക് ഇസ്ലാമിലുള്ള നിയമങ്ങൾ പ്രശ്നമൊന്നുമല്ല താങ്കൾ പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി തന്നെ പ്രശ്നമാണ്. അതെ, ഉം. ഐഡിയോളജിന്റെ ആ ഐഡിയോളജിയിലാണ് പ്രശ്നമുള്ളത്. മുസ്ലിങ്ങളിൽ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്നിട്ട് എന്താ പറയാ നമ്മൾ ഈ മെഴുകുന്നത് എന്തിനാണ്? നമ്മളൊരു നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഒരു പോയിന്റ് പറയാനോ സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഉണ്ടോ? ഒരു മിനിറ്റ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലല്ല ഞാൻ ചോദിക്കാണ്, വെറുതെ ISD കോളിന്റെ പൈസ അല്ലേ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ സമയവും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? അതെ, ഈ ഒരു പോയിന്റ് എനിക്ക് ഏതാണ് പോയിന്റ്? ആ പോയിന്റിലേക്ക് ഇങ്ങോട്ട് വരൂ. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ താങ്കൾ പറഞ്ഞിരുന്നു ഇസ്ലാമാണ് പ്രശ്നം, മുസ്ലിംകളല്ല. ഓക്കെ, താങ്കൾ തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏത്? ഇവിടുത്തെ മുസ്ലിംസ് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയാൽ മതി, ഇസ്ലാം താനെ നന്നായിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് വീഡിയോകളും നിങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവരാം. അല്ല, താങ്കൾ പറഞ്ഞതാണ്. ഞാനൊരു കാര്യം പറയുമ്പോ ഞാൻ അങ്ങനെ എന്തെങ്കിലും ബോധ്യത്തിൽ സംസാരിക്കുന്ന ആളല്ല. ഞാനൊരു കാര്യം പറയുമ്പോ അതിന് കൃത്യമായ അർത്ഥവും ഉദ്ദേശമൊക്കെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഈ സെന്റൻസും ഈ സ്റ്റേറ്റ്മെന്റുകളൊന്നും ഞാൻ ഇങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ ഞാൻ പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ഇസ്ലാം അല്ല, മുസ്ലിങ്ങളല്ല നമ്മൾ ഇവിടെ വിമർശിക്കുന്ന മുസ്ലിങ്ങളെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇസ്ലാമിനെയാണ് വിമർശിക്കുന്നത്, ഇസ്ലാമിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത്? പക്ഷെ വേറൊരു വീഡിയോയിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട് മദ്രസയിലെ എല്ലാ കാര്യങ്ങളും, ഇസ്ലാമിലുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് പറഞ്ഞു തരുന്നില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിപ്പിക്കുന്നില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഉള്ളത് പോലെയല്ല. മദ്രസയിൽ അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനോ മദ്രസയിൽ അതിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആണ് പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് വേർഷൻ ആണ് പഠിപ്പിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. ഇപ്പൊ ഉദാഹരണത്തിന് ബദർ, ഞാൻ ബദർ പറയുമ്പോഴാണ് ഒരു മിനിറ്റ് ബദർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എന്റെ ഓർമ്മയിലുണ്ട് അത് ഒരാളോട് പറഞ്ഞത്. ബദറിനെ കുറിച്ച് പറയുന്നത്, ബദറിനെ കുറിച്ച് നമ്മൾ കേട്ട കഥയല്ല യഥാർത്ഥത്തിലെ ബദറിന്റെ ചരിത്രം. അപ്പൊ ചരിത്രം യാഥാർത്ഥ്യത്തിലല്ല പഠിപ്പിക്കുന്നത്. അത് ഇസ്ലാമിന് പരിക്കില്ലാത്ത തരത്തിൽ ഒരു പുട്ടി അടിച്ച സാധനമാണ് പഠിപ്പിക്കുന്നത്. യഥാർത്ഥ ചരിത്രം ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അത് ശരിയല്ലേ? ഓക്കെ, അത് ശരിയായിരിക്കും. പക്ഷെ താങ്കൾ ഇപ്പൊ ലൈറ്റ് വേർഷൻ ആണ്, ഇസ്ലാമിന്റെ ലൈറ്റ് വേർഷൻ ആണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് നല്ല കാര്യമല്ല. പക്ഷെ താങ്കൾ തന്നെ പറയുന്നുണ്ട്, താങ്കൾ വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. സുഹൃത്തെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിൽക്കൂ, എന്നിട്ട് അവിടെ അത് പറഞ്ഞു, ഇവിടെ അത് പറഞ്ഞു. ഞാൻ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഈ മദ്രസത്തെ കേസ് പറയുന്നത് ബദറിനെ കുറിച്ച് സംശയം ചോദിക്കുന്ന കോണ്ടെക്സ്റ്റിലാണ്. ബദറിനെ കുറിച്ച് നമ്മൾ കേട്ട കഥയും ബദറിന്റെ യഥാർത്ഥ ചരിത്രവും തമ്മിൽ അജഗജാന്തരമുണ്ട്. അത് രണ്ട് സംഭവമാണ്. ഇതെന്തിനാണ് കുട്ടികളെ എങ്ങനെ ചെറുതാക്കി പഠിപ്പിക്കുന്നത്? വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നത് മുർത്തദിനെ കൊല്ലണ മത നിയമം പഠിപ്പിക്കുന്നുണ്ട്. അത് ഇസ്ലാമിന്റെ ലൈറ്റ് വേർഷൻ അല്ലല്ലോ. അപ്പൊ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഞാൻ പറയുന്ന അഭിപ്രായം എല്ലായിടത്തും ബാധകമല്ല. ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നമ്മൾ പറയുന്നത് ആ പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ ബദറിന്റെ സമയത്ത് ബദറിന്റെ ചരിത്രം മദ്രസയിൽ ഇങ്ങനെ വെളുപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തിരി പുട്ടി അടിച്ചാ പഠിപ്പിക്കുന്നത്, അതിന്റെ ലൈറ്റ് വേർഷൻ ആണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് മുർത്തദിനെ കൊല്ലണ നിയമം പഠിപ്പിക്കുന്നില്ല എന്നർത്ഥം വരും അതിന്? അല്ല, ബദറിന്റെ വിഷയത്തിലല്ല ഞാൻ ചോദിക്കുന്നത്. അപ്പൊ താങ്കൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം ഈ മുസ്ലിംകൾ, ഇവിടുത്തെ മുസ്ലിംകളല്ല പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കിയാ പോരെ. ഇസ്ലാം ഇപ്പൊ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇസ്ലാമിൽ എന്ത് വേണമെങ്കിൽ എഴുതി വെച്ചോട്ടെ, അതൊന്നും സീനില്ലല്ലോ. അപ്പൊ മുസ്ലിംകൾ ഇവിടുത്തെ സമകാലിക അത് മുസ്ലിങ്ങളെ നോക്കുന്നവർക്ക് അത് നോക്കിയാൽ മതി. അത് മുസ്ലിങ്ങളെ നോക്കുന്നവർക്ക് അത് നോക്കിയാൽ മതി. ഞാൻ ഇസ്ലാമിനെ നോക്കുന്നത്. ഇസ്ലാമിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ലല്ലോ. ഞാൻ എന്റെ കാര്യം അതിലാണുള്ളത്. കാരണം ഇസ്ലാം ഇപ്പൊ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതിയാണ്, ഏറ്റവും മികച്ച ജീവിത രാഷ്ട്രീയ നിയമമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളെ സംബന്ധിച്ച് എന്റെ വാദങ്ങൾ അപ്രസക്താണ്. അങ്ങനെ വാദമുള്ളവരടുത്താണ് നമ്മളെ ഡയലോഗ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ വാദമുള്ളവർ ഇസ്ലാമാണ് ഏറ്റവും മികച്ചതെന്നും ഇസ്ലാം അല്ലാത്തതെല്ലാം വഴിപഴച്ചതാണെന്നും പറയുകയും പ്രസംഗിക്കുകയും പരസ്യമായിട്ട് എഴുതുകയും വാദപ്രതിവാദം നടത്തുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുടെ വീഡിയോ റിയാക്ഷൻ ആണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത്. ആ പണ്ഡിതന്മാര് തന്നെ ഇസ്ലാമിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇസ്ലാമില് ചെയ്യാൻ പാടില്ല. പണ്ഡിതന്മാർ ചെയ്തതിനെ കുറിച്ചല്ല സുഹൃത്തെ, പണ്ഡിതന്മാർ പറയുന്ന ഇസ്ലാമിനെ കുറിച്ചാണ്, ഗ്രന്ഥത്തിലുള്ളതിനെ കുറിച്ചാണ്. ആക്ച്വലി നിങ്ങളുടെ പോയിന്റ് എന്താണ്? എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഞാൻ വിമർശിക്കുന്നത് ശരിയല്ല എന്നാണോ? ഞാൻ വിമർശിക്കണ്ടെന്നാണോ?
അല്ല നിങ്ങളുടെ പോയിന്റ് എന്താ? ഇതുവരെ താങ്കൾ നമ്മളിപ്പോ ചിലപ്പോ 10-15 ഇതിൽ മിനിറ്റിലധികം കിട്ടുന്ന സംസാരിച്ചു. ഇതിൽ നിങ്ങളുടെ കിട്ടുന്ന പോയിന്റ് 20 റവന്യൂ, മിനിറ്റ് ആയി. അതെ, നിങ്ങളുടെ പോയിന്റ് ഇതുവരെയും പുറത്തു ഇതിൽ വന്നില്ല. കിട്ടുന്ന ഒരു ഇതിൽ കിട്ടുന്ന ഒരു റവന്യൂ ആയിരിക്കും താങ്കളുടെ മെയിൻ ഉദ്ദേശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ വേണേ മനസ്സിലാക്കാം. ഡസൻ മാറ്റർ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ള പോയിന്റ് എന്താണെന്ന് ഇപ്പൊ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. എനിക്ക് സംസാരിക്കാനുള്ള പോയിന്റ് എന്താണ്, താങ്കൾക്ക് ഇതിനെ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. എനിക്ക് അതിനെ വിമർശിക്കേണ്ട ആവശ്യമുണ്ട്. ഉണ്ട്. ഇപ്പൊ അതെന്റെ ബോധ്യമാണല്ലോ. ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് നിങ്ങൾക്ക് പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത് റവന്യൂ ബേസിസിൽ മാത്രമല്ലേ താങ്കൾ? അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കണം, ഞാനല്ലേ തീരുമാനിക്കുക. അല്ല, ഞാൻ ചോദ്യം ചോദിച്ചതാണ്. അതിനെ കുറിച്ച് എന്നെ ഈ വീഡിയോ കാണുന്നവർക്കും ഞാൻ എന്റെ പ്രവൃത്തി കാണുന്നവർക്കും അറിയാതെ എന്തിനാണെന്നുള്ളത്. ഈ റവന്യൂ കൊണ്ട് മാത്രമാണ് ഇസ്ലാം വിമർശനം നടത്തുന്നതെങ്കിൽ ഞാനിപ്പോ എന്ന റവന്യൂ ഈ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യൂട്യൂബ് റവന്യൂ ഉണ്ട്, പിന്നെ കുറച്ച് ഫെയിമും കിട്ടുമല്ലോ. ഫെയിം. ഈ രണ്ട് സാധനം കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെ വിചാരിച്ചോ, അതിനു വേണ്ടിയാന്ന് വിചാരിച്ചോ, അതിനെന്താ പ്രശ്നം? സോ വാട്ട്? അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അത് താങ്കളുടെ പേഴ്സണൽ. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, ഞാൻ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വിമർശനം വസ്തുതാവിരുദ്ധമാണെന്നോ തെറ്റാണെന്നോ നിങ്ങൾക്ക് വാദമുണ്ടോ? പല കാര്യങ്ങളും തെറ്റാണെന്നോ ഒരെണ്ണം പറഞ്ഞു. പക്ഷെ പല കാര്യങ്ങളും വസ്തുതായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയല്ല, നീ ശരിയല്ല എന്ന് തോന്നിയ വസ്തുതാപരമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയൊരു വിമർശനം പറയോ, കേക്കട്ടെ? അതൊന്നും എനിക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ കിട്ടുമ്പോ നിങ്ങൾ വിളിക്കും. അതല്ലാതെ ഇപ്പൊ നിങ്ങൾ പറയുന്ന ആള് പൈസക്കല്ലേ എന്ന് ചോദിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. നമ്മൾ ഒരു പറയുന്ന കാര്യത്തിലേക്കല്ലേ കൂടുതൽ നോക്കേണ്ടത്. ചോദിക്കാനല്ല ലിയാഖത്ത് ഭായ്, ഞാൻ അത് ചോദിക്കാനല്ലല്ലോ ആക്ച്വലി വിളിച്ചത്. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഈ ഒരു സമകാലിക കേരളത്തിൽ താങ്കൾക്ക് ഇതിനെ കുറിച്ച് വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ട്. അതാണ് ചോദിച്ചത്. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഉണ്ട്. ഇപ്പോഴാണ് വിമർശിക്കേണ്ടത്. എപ്പോഴും വിമർശിക്കണം. എപ്പോഴും കുറച്ചു കാലത്തേക്കെങ്കിലും വിമർശനം. കാരണം പറയാൻ പറ്റുമോ? അതിന്റെ കാരണമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? അല്ല, ഇപ്പൊ ഈ ഒരു സമകാലിക കാലഘട്ടം താങ്കൾ തന്നെ പറയുന്നുണ്ടല്ലോ ഇസ്ലാമാണ് പ്രശ്നം, മുസ്ലിങ്ങളെല്ലാം. അപ്പൊ മുസ്ലിങ്ങളെയല്ല വിമർശിക്കുന്നത്. മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ, ഇവരൊക്കെ പുറത്തോട്ട് വിടുന്ന ഈ ആശയം, ഖുർആനിന്റെ ഒറിജിനൽ ടെക്സ്റ്റ്, അതിന്റെ ഹദീസ്, ഇതൊക്കെ വിമർശന വിധേയമാക്കേണ്ട സാധനമാണ് ഇപ്പോഴും എപ്പോഴും. എന്താ നിങ്ങളുടെ പ്രശ്നം? വിമർശിക്കുന്നതിൽ എന്താ നിങ്ങളുടെ പ്രശ്നം? അതൊക്കെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നുണ്ടോ? എന്താണ് നടക്കാത്തത്? താങ്കൾ പറഞ്ഞല്ലോ ഈ സംഘടനയാണ് പ്രശ്നം. ഏത് സംഘടന? എന്താണ് എനിക്ക് ഇതുവരെ മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു പോയിന്റിൽ സംസാരിക്കാനില്ലെന്ന് തോന്നുന്നു. അല്ല, എന്റെ പോയിന്റ് വെറുതെ ഞാൻ ഇപ്പൊ വിമർശിക്കാൻ പാടുണ്ടോന്നല്ല നിങ്ങളെ ചോദ്യം. വിമർശിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ നിലപാട്, അതാണ് എന്റെ ബോധ്യം, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ റീസൺ താങ്കൾ പറഞ്ഞത്? അതിന്റെ റീസൺ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം ചെറിയ പ്രായം തൊട്ട് കുട്ടികളുടെ തലയിൽ കൂത്തി നിറക്കാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് 2-3 ദിവസം മുൻപ് ഞാനൊരു ഡോക്ടറായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. അവര് മുസ്ലിം പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം നിങ്ങളൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് പറ. ഇത് ഔദ്യോഗികമായിട്ടുള്ള മതസംഘടനകളുടെ നേതൃത്വത്തിൽ ചെറിയ കുട്ടികളെ ഈ മതബോധത്തിലേക്ക് വീഴ്ത്താൻ വേണ്ടി പല പണികളും ചെയ്യുന്നുണ്ട്. ഇതിനാണ്ടുപോയ മനുഷ്യരെ ഇതൊക്കെ ഈ ദൈവഭയത്തിന്റെ പുറത്തും നരകഭയത്തിന്റെ പുറത്തും കുത്തി നിറച്ച ഈ തലകളിൽ നിന്ന്, ഇതിൽ നിന്നുള്ള ഭയത്തിൽ നിന്നും ഇതിൽ നിന്നുള്ള ആശങ്കയിൽ നിന്നുള്ള മോചനമാണ് ഈ കുട്ടികൾക്ക് വേണ്ടത്. യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഈ ജനതയെ അല്ലെങ്കിൽ ഈ മനുഷ്യരെ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റുന്ന ശ്രമം നടത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇത് ഡി ദഴവാന്ന് അതിന് പറയാം. ഡി ദഴവത്ത് എന്നതിന് പറയാം. നിങ്ങൾക്ക് തോന്നിയത്, നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. അല്ല, താങ്കൾ ചെയ്യുന്നത് ഇപ്പൊ ഡി ദഴവാന്നാണോ? അതെ, ഡി ദഴവാന്നാണ് ഞാൻ ഈ പ്രവർത്തനത്തിന് ഇപ്പോ പറയാറുള്ളത്. ദഴവത്ത് ഇവിടെ നടക്കുന്നുണ്ടോ? പക്ഷെ ദഅവത്ത് നടക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിലല്ലേ? അല്ല, മുസ്ലിങ്ങൾക്കിടയിലും അല്ലാത്തവർക്കിടയിലും നടക്കുന്നുണ്ട്. അല്ലാത്തവർക്കിടയിൽ നടക്കുന്നെന്ന് തോന്നുന്നില്ല. മുസ്ലിങ്ങൾക്കിടയിൽ എന്തിനാ പിന്നെ ദഅവത്ത് നടത്തണേ? അതെ, അല്ലാത്തവർ മുസ്ലിങ്ങൾക്കിടയിൽ പിന്നെ എന്തിനാ ദഅവത്ത്?
ദഅവത്തിന്റെ സെൻസ് അതല്ല, ഇസ്ലാമിനെ കുറിച്ച് കുറച്ചും കൂടി ആഴത്തിൽ അത് ഇസ്ലാഹിയത്തും നസീഹത്തും ഒക്കെ അല്ലേ? അതെ. ആ ദഅവത്ത് ഇവിടെ നടക്കുന്നുണ്ടോ? ദഅവ കോളേജുകൾ ഇവിടെ ഉണ്ടോ? കേരളത്തിൽ എത്ര ദഅവ കോളേജ് ഉണ്ട്? മതസ്ഥർക്കിടയിൽ ദഅവത്ത് നടത്തുന്നുണ്ടോ? ആ ഉണ്ട്. അതെവിടെയാന്ന് പറയാൻ പറ്റുമോ? എവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മതി. ഏത് സംഘടനകൾക്കാണ് ദഅവ കോളേജുകൾ ഇല്ലാത്തത്? ദഅവ കോളേജ് അവിടെ പഠിക്കുന്ന മുസ്ലിംസ് അല്ലേ? അവർ പഠിച്ചിറങ്ങിയിട്ട് എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാന്ന്? ഇവരെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോഫ്കോൺ എന്ന് പറഞ്ഞ ഇത് കണ്ടിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ എന്റെ സഹോദരന്റെ ദഅവ കോളേജിലാണ് പഠിച്ചത്. ഓൻ ഇപ്പോഴും വീട്ടിലുണ്ടല്ലോ. ആ ഓരോ ചെയ്യുന്നില്ലാവില്ല, പഠിച്ച പണി എടുക്കാത്ത ആൾക്കാരുണ്ടാവില്ലേ? അതെ. ഇപ്പൊ എഞ്ചിനീയറിംഗിന് പഠിച്ചിട്ട് ഹൗസ് ഡ്രൈവറായിട്ട് പിന്നെ ഗൾഫിൽ പണിയെടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാലോ. അതെ. അതുകൊണ്ട് അവൻ ദഅവത്ത് പഠിച്ച പണി ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലും ലോകത്തെവിടെയും ഇസ്ലാമിന് പുറത്തുള്ള ജനങ്ങളിലേക്ക് ഇസ്ലാം എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ ദഅവത്ത് നടക്കുന്നില്ല? അത് മുസ്ലിങ്ങൾക്കിടയിലല്ലേ? മുസ്ലിങ്ങൾക്കിടയിലല്ല, മുസ്ലിങ്ങളിൽ നിന്ന് ഇതര മതസ്ഥരോട് ദഅവത്ത് നടത്തുന്നുണ്ടോ? ഇതര മതസ്ഥരോട് നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഏത് വഴിക്കാണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റും? അല്ല, നടക്കുന്നുണ്ടോ ചോദിക്കാണ്. എനിക്ക് തോന്നുന്നില്ല നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും കാര്യമായ ധാരണയില്ല. നിങ്ങൾ ജീവിക്കുന്നത് ഒരു പുറത്തെ രാജ്യത്താണല്ലോ. ഒരു മിനിറ്റ്, നിങ്ങൾ ജീവിക്കുന്ന ഒരു പുറത്തെ രാജ്യത്താണല്ലോ. ആ രാജ്യത്ത് അവിടെ വരുന്ന ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളോട് ദഅവത്ത് നടക്കുന്ന എന്തെങ്കിലും സംവിധാനം നടക്കുന്നുണ്ടോ? അതും നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല. അല്ല, എന്റെ അറിവിൽ നടന്നിട്ടില്ല. നിങ്ങൾക്ക് അറിയില്ല, ഇതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങൾ ഏതോ ഒരു ചില്ലുകൂട്ടിൽ ഇരുന്നിട്ട് ഒരു സ്വപ്ന ലോകത്ത് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളെ പ്രശ്നം. അങ്ങനൊന്നല്ല. അതാണ് എന്റെ പ്രശ്നം. അതുകൊണ്ടാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് കേട്ടോ, കേരളത്തിൽ കോളേജുകളില്, അതായത് പ്രൊഫഷണൽ കോളേജുകളിലെ കുട്ടികളെ പോലും ദഅവത്തിന് പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കേന്ദ്രം എവിടെയാന്ന് പറയാൻ പറ്റും? എല്ലാ കേന്ദ്രങ്ങളും, മുജാഹിദുകളുടെ മുഴുവൻ കേന്ദ്രങ്ങളിലും പഠിക്കുന്ന കുട്ടികള് താമസിക്കുന്ന ഹോസ്റ്റലുകള്, തെരുവുകള്, എവിടെയും പോയി കാണുന്നവരോടൊക്കെ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശീലനം, പ്രത്യേകമായിട്ടുള്ള ദഅവത്ത് വർക്ക്ഷോപ്പുകൾ പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിർബന്ധപൂർവ്വം എന്ന് പറഞ്ഞാൽ അവരുടെ മതപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന രീതിയിൽ ടീം വർക്കായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്ന സംഘടനകൾ കേരളത്തിലുണ്ട്. അല്ല, താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ കേൾക്കാണ്ടിരിക്കാമല്ലോ. അതന്നെ എന്റെ വീഡിയോയിലും ചെയ്യാവുന്നത്. നിങ്ങൾക്ക് താല്പര്യം കേൾക്കാതിരുന്ന പോരെ? അല്ല, ദഅവത്ത് നടത്താൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ദഅവക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ട് സുഹൃത്തെ. ഇവർ ഈ വിൽക്കാൻ കൊണ്ടു നടക്കുന്ന ചരക്ക് അത്ര മുന്തിയ ഇനം ചരക്കൊന്നും അല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഉപയോഗിച്ച് അതിന് പുറത്തിറങ്ങിയ ഒരാള് അതിന്റെ റിവ്യൂ പറയുന്നതായിട്ട് കരുതിയാൽ മതി. ഇനി മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമാണ് നിങ്ങൾ പറയുന്നത് വിചാരിച്ചോ? മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ മതപഠനത്തിന്റെ പോലും അപകടം, അതിൽ നിന്ന് ഈ കുട്ടികളെ രക്ഷിക്കാനും അതിൽ നിന്ന് ആ കുട്ടികളെ ഇതിന്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരാനും ഈ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിച്ച് മതത്തിന്റെ അടിമകളാക്കി കൊണ്ടു നടക്കുന്നതിൽ അതിലൊക്കെ ഉള്ള അപാകതകൾ എന്താണെന്ന് അവരോട് തന്നെ സംവദിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. എല്ലായിടത്തും ഉണ്ട്. അതായത് ഹിന്ദുക്കൾക്കിടയിൽ മറ്റു മതസ്ഥർക്കിടയിൽ യുഎഇയിൽ എവിടെയാണ് ദഅവത്ത് നടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? എല്ലായിടത്തും ഉണ്ട്. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഈ ദഅവത്ത് എന്താ നിങ്ങൾക്ക് അറിയോ? ഇൻഡിവിജ്വലിലേക്ക് ചിലപ്പോൾ റൂമിലായിരിക്കും. അങ്ങനെയാ? സുഹൃത്തുക്കളോട് പറയാം, ഒരുമിച്ച് താമസിക്കുന്നതോട് പറയാം, ജോലി സ്ഥലങ്ങളിലാവാം. എവിടെ യുഎഇയിലോ? ഇതിപ്പോ ഞാൻ എന്റെ അടുത്ത് ആദ്യം വന്ന് രാവിലെ ഒപ്പിട്ടിട്ടാണോ ദഅവത്തിന് എല്ലാവരും പോകുന്ന വീട്ടില്? നിങ്ങൾ ദഅവത്ത് ഇതര മതസ്ഥരെ മതപരിവർത്തനം ചെയ്യുന്നതിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരിശീലനവും പ്രവർത്തനവും ലോകത്തെവിടെ നടക്കുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് കണ്ണടച്ചോളൂ. നിങ്ങൾ കണ്ണടച്ചാൽ മതി, അത് ഇങ്ങോട്ട് പറയണ്ട. അത്രേ ഉള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഇന്നിപ്പോ നിങ്ങൾ സംസാരിക്കുന്ന ഈ സമയത്ത് നടക്കുന്നുണ്ടാവും. ബ്രോ, അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള പ്രതിവിധി ദഅവത്താണ്. ദഅവത്ത് എന്താ ചെയ്തൂടെ? എനിക്കുണ്ടല്ലോ ബ്രോ, അതിനുള്ള ബാക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്കില്ല. ഇപ്പൊ എന്നോട് വന്നിട്ട് ഒരു ഹിന്ദു മതത്തിനെ കുറിച്ചിട്ട് ഒരുപാട് നല്ല ദഅവത്ത് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാലോ. എനിക്കതിൽ അതിനെന്താ പ്രശ്നം? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ലാത്ത നിങ്ങൾ, ഈ മതം ഇതിനെ മനസ്സിലാക്കി പുറത്തിറങ്ങിയ ഒരാൾക്ക് ഇതിൽ ഇന്ന പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? എനിക്ക് മനസ്സിലായില്ല. ഇന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്നാ ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ വിമർശനങ്ങള് ഇവർ ഈ പറയുന്ന മതമല്ല ഇതിന് ഗ്രന്ഥത്തിലുള്ളതെന്നും കിതാബിലുള്ളതെന്നും പറയുന്നതിൽ എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ട്? എന്താ അത് ഈ കാലഘട്ടത്തിൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഈ കാലഘട്ടത്തിൽ ദഅവത്ത് നടത്താൻ പറ്റുമോ? ദഅവത്ത് നടത്തുന്നില്ലല്ലോ. അതല്ല, നടത്തുന്നുണ്ടല്ലോ. നിങ്ങൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ.
നടത്തുന്നുണ്ട്. താങ്കൾ പറയുന്ന റൂമിലായിരിക്കും പറയുന്നത്. നിങ്ങൾ പറയുന്ന റൂമിലല്ല, പരസ്യമായി നടത്തുന്നുണ്ട്. പരസ്യമായി നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്തെങ്കിലും ഇത് ഞാൻ 4 മണിയാകുമ്പോ തരാട്ടാ. വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ, ഒന്നും കൂടി ഞാൻ വിളിക്കുന്നുണ്ട്. ശരി. എന്തെങ്കിലും ഒരു പോയിന്റ് പറയാൻ വിളിക്കൂ, വെറുതെ സമയം കളയാൻ വിളിച്ചിട്ട് കാര്യം. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ല, കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് നമുക്ക് വീഡിയോന്റെ തമ്മില് അല്ല വീഡിയോന്റെ കമന്റിൽ കാണാൻ പറ്റും. ഞാൻ അയച്ചുതരാം, ലിങ്ക് അയച്ചുതരാം. വീഡിയോ കമന്റ് നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഞാൻ നിങ്ങളുടെ ചാനലല്ല. അല്ല, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചുതരാം. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇട്ടോളൂ, വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ. നിങ്ങളുടെ ചാനൽ ഇട്ട് നോക്കൂ. ഒരു മിനിറ്റ്, നിഷ്പക്ഷമായിട്ടുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ചാനലിൽ ഇട്ടോളൂ. പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പബ്ലിഷ് ചെയ്തോളൂ. ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ട്. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ എന്നെ ഒന്ന് പ്രേരിപ്പിക്കാം, അത്രേ ഉള്ളൂ. വേറെന്താ വേറെന്ത് പ്രശ്നം? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ദൈവത്താരം നടത്തണമെങ്കിൽ അത് വേണമെങ്കിൽ ഡിനൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് ഉണ്ടല്ലോ, അത് പിന്തിരിഞ്ഞാ പോരെ. അതേപോലെ തന്നെ അല്ലേ മതവിമർശനവും, നിങ്ങൾക്ക് കേൾക്കാതിരുന്നാ പോരെ, താല്പര്യമുള്ളവർ കേട്ടാ പോരെ. അതെ, ഞാൻ പറയുന്നില്ലല്ലോ നിങ്ങൾ വിമർശനം നടത്താൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ പോയിന്റ് എന്താ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ബ്രോ. അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായിട്ടിലേക്ക് കേട്ടോ, ഇത്ര നേരം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടിലേക്ക് കേട്ടോ. ഈ മതം ചെറിയ പ്രായം തൊട്ട് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്ത് ജീവിച്ചു വളർന്നു വന്ന ഞാൻ, ഈ മതം നമ്മളോട് പറഞ്ഞതും നമ്മൾ ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും അതിനപ്പുറത്തേക്ക് ഈ മതം വളരെ അപകടകരമായിട്ടുള്ള ഒരു ഗോത്രീയ പ്രത്യയശാസ്ത്രമാണ് എന്നും മനുഷ്യരിൽ വിവേചനം ഉണ്ടാക്കുന്ന ഒരു വിശ്വാസ സംഹിതയാണ്. പറഞ്ഞുതരാം. മനുഷ്യരാശിയിൽ വിവേചനവും വിഘടനവും ഉണ്ടാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് എന്നും പൂർണ്ണമായിട്ടുള്ള ബോധ്യം വന്നതുകൊണ്ട് ആ മതം ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ മതത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ആഗോള മാനവികത എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാനവിക വിമോചകൻ മുഹമ്മദ് നബി എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പും തരികിടയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി ജീവിച്ച കാലത്ത്, മുഹമ്മദ് നബി ജീവിച്ച നാട്ടിലും തുടർന്ന് ഇങ്ങോട്ട് ഏതൊക്കെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു, അവിടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുണ്ടാവുന്ന ഏറ്റവും ആദ്യത്തെ സംഭവം മനുഷ്യരെ മതത്തിന്റെ പേരിൽ വിവേചിക്കുക എന്നുള്ളതാണ്. അത് മാനവിക ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റാത്ത സാധനമാണ്. അപ്പൊ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ പോലും ഈ മതബോധം കുത്തി നടക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, മദ്രസകളിൽ മതവിമർശനം അല്ലെങ്കിൽ മുർത്തദിനെ കൊല്ലണം എന്ന പാഠഭാഗം മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായോ? ഈ തരം പാഠഭാഗങ്ങൾ, അപ്പൊ ആ മദ്രസയിലെ പഠനം അനുസരിച്ചിട്ട് കൊല്ലപ്പെടേണ്ടവൻ എന്ന് ഒരു മദ്രസയിൽ പോയ മുസ്ലിം വിദ്യാർത്ഥി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു മുസ്ലിം വിദ്യാർത്ഥിയുടെ കണ്ണിലൂടെ മുർത്തദ് എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ടവനാണ്, മതദൃഷ്ട്യാ അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. മനസ്സിലായോ? ഇങ്ങനെ ഒരു സാധനം പഠിപ്പിക്കപ്പെടുന്ന മദ്രസകൾ ഉണ്ടായിരിക്കെ ഇത്തരം ആശയങ്ങൾ, ഈ മദ്രസകൾ ഇത് പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുടെ ഒരു കേദാരമാണ് ഈ ഇസ്ലാം എന്ന് അത് പൂർണ്ണ ബോധ്യമുള്ള ഒരാളെന്ന നിലക്ക് ഈ സമൂഹത്തോട് വിളിച്ചു പറയുക എന്ന എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കേൾക്കണേ കേൾക്കാം, ചിന്തിക്കണേ ചിന്തിക്കാം, ഒഴിവാക്കണേ ഒഴിവാക്കാം. പറഞ്ഞോളി. നിങ്ങൾ ഈ ഒരു മിനിറ്റ് നടത്തിയ മൊത്തം പ്രഭാഷണം ടോട്ടലി റോങ് ആണ്. കാരണം അതിനുള്ള കാരണമുണ്ട്, റീസൺ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല്, ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ജീവിക്കുന്ന മുസ്ലിങ്ങൾ പഠിച്ച ഇസ്ലാം ഏതെന്ന് വെച്ചാല് പുഞ്ചിരി പോലും ധർമ്മമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിനെയാണ് ആൾക്കാർ. മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മതമാണ് പഠിപ്പിക്കുന്നത്. ഫോളോ ചെയ്യുന്നില്ല. അത് ഒരു വ്യക്തികൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഈ വർഷം നമ്മൾ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന് മദ്രസ പഠിപ്പിക്കുന്നുണ്ടോ? മദ്രസയിൽ പഠിപ്പിക്കില്ല. മദ്രസ പാഠഭാഗങ്ങളിൽ ഉണ്ടോന്നാണ് ചോദ്യം. മുർത്തദിന് ഒരു മിനിറ്റ്, അതിലുണ്ട് മദ്രസയിലെ പാഠഭാഗങ്ങളിലുണ്ടോ? പക്ഷെ ഈ ഒരു സമകാലിക 12 മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്റെ പ്രശ്നമല്ല സുഹൃത്തെ. കഷ്ടം. താങ്കളല്ല പറഞ്ഞത്. അല്ല, മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല എന്റെ പ്രശ്നം. ഇസ്ലാമിലുണ്ട്, അതിവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഈ ആശയം, ഈ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളുടെ കേദാരമാണ്
ഇതിനകത്ത് ആളുകൾ തെറ്റിദ്ധരിച്ചു പോകണ്ട, അത്രേ ഉള്ളൂ. യു ആർ ടോട്ടലി റോങ് ബ്രോ. ആ കാരണം ഈ ഒരു കാലഘട്ടത്തില് അറ്റ്ലീസ്റ്റ് വേറെ ഒരുപാട് ഏതൊരു കാലഘട്ടത്തില് ഇപ്പോ പുഞ്ചിരിക്കുന്നത് പോലും ദാനമാണ് എന്ന പ്രവാചക വചനം ഈ കാലഘട്ടത്തിൽ ആപ്റ്റാണോ? പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമിനെയാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത് റൈറ്റ് നൗ. ഏതാൾക്കാര്? എല്ലാ മുസ്ലിംസും. അപ്പൊ മുർത്തദിനെ കൊല്ലണം ഇസ്ലാം വേറെ ഇസ്ലാമാണ്. മുർത്തദിനെ കൊല്ലണം എന്ന് പറയുന്നതും മക്കയില് ഒരു പ്രദേശത്ത് അധികാരം പിടിച്ചെടുത്തിയപ്പം അവിടുത്തെ ബഹുദൈവ വിശ്വാസികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ ഇസ്ലാം വേറെയാണ്. ഈ ഒരു മദ്രസയിൽ പഠിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തി എത്ര മുർത്തദിനെ കൊന്നിട്ടുണ്ട്? അതല്ലല്ലോ അതിന്റെ പോയിന്റ്. മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ? അതാണല്ലോ അതിന്റെ പോയിന്റ്. മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ? മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്ത് നോക്കണം എന്ന് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്ത് നോക്കണമെന്ന് അപ്പൊ പിന്നെ ഞാൻ എന്ത് വീഡിയോ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ താങ്കൾ വഴിമാറ്റി നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾക്ക് തന്നെ തീരുമാനമല്ല. നിങ്ങൾ പറയുന്നിടത്തിൽ നിങ്ങൾക്ക് തന്നെ എന്തില്ല. നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾക്ക് തന്നെ ധാരണയില്ല. ബ്രോ യു ഷുഡ് ബി ഓൺ ദ സ്ട്രൈറ്റ് മാറ്റർ. താങ്കൾ ഇങ്ങനെ വഴി തിരിച്ചു വിടല്ലേ? എവിടെയും വഴി തിരിച്ചു വിടുന്നില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം അറിയോ? മതവിമർശനത്തിന് മറുപടിയില്ല. മതം വിമർശിക്കപ്പെടുമ്പോ അതിന് നേർക്ക് നേർ മറുപടി പറയാൻ കഴിയുന്നില്ല. മറുപടി പറയാൻ ശ്രമിക്കാനും പറ്റുന്നില്ല. മതവിമർശനം നിർത്തണം എന്ന് പറയാനും വയ്യ. അപ്പൊ പിന്നെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയാം. മതവിമർശനം തീർച്ചയായും നല്ലതാണ്. കാരണം അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞില്ല, അവസാനിപ്പിച്ചൂടെ നമുക്ക്? അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ്. പക്ഷെ അത് താങ്കൾ തന്ന റീസൺ അത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. വാലിഡ് അല്ല. നിങ്ങൾക്ക് തോന്നില്ല, സ്വാഭാവികല്ലേ? അത് പ്രവർത്തിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്ക് തോന്നിയത് ഞാൻ വരുമാനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് അല്ലേ? അല്ല, ഞാൻ ചോദിച്ചതാണ്. അല്ല, അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെ വെച്ചോളൂ, അതിനെന്താ കുഴപ്പം? അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാ തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ എന്താ പ്രശ്നം? അപ്പൊ ഒരു സമൂഹത്തിന് വരുമാനത്തിന് വേണ്ടിട്ട് ഒരു സമൂഹത്തിന് ഒറ്റ കൊടുക്കുക. ഏത് സമൂഹത്തിനാണ് ഒറ്റ കൊടുത്തത്? എന്താ ഒറ്റ കൊടുക്കാന്ന് പറഞ്ഞാ? മുസ്ലിം സമൂഹം. എന്താ സമൂഹത്തിന് ഒറ്റ കൊടുക്കാറ്? വേറെ മതസ്ഥരില് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കുക, ഒരു മുസ്ലിംസിനെ പറ്റി ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കുക പണത്തിന് വേണ്ടിട്ട്, അതൊരു ചീപ്പ് ആണോ? മതത്തിനെ കുറിച്ച് മോശം പറഞ്ഞാല് ചീപ്പാവോ? മതത്തിനെ കുറിച്ചല്ലല്ലോ അവരെടുക്കുന്നത്, അവര് മുസ്ലിംസിനെ കുറിച്ചല്ല എടുക്കുന്നത്. ഞാൻ മുസ്ലിംസിനെ കുറിച്ച് പറഞ്ഞ ഒരു മോശം കാര്യം പറയും, കേക്കട്ടെ. മുസ്ലിംകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. മുസ്ലിങ്ങൾ എങ്ങനെ ചെയ്യുന്നല്ലോ സുഹൃത്തെ? നിങ്ങൾക്ക് തീരെ മലയാളം മനസ്സിലാവുന്നില്ലേ? അതല്ല അവരെടുക്കുന്നത് അങ്ങനെയാണ്. ആരെടുക്കുന്നത്? അതിപ്പോ നിങ്ങൾ എടുക്കുന്നത് ഞാൻ മതവിമർശനം നടത്തുന്ന പൈസക്കാണെന്നാണ്. ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ കൂടെ എടുക്കുന്നതിനെ കൂടെ എനിക്ക് ഏറ്റി നടക്കാൻ പറ്റുമോ? എന്തായാലും ഇതിനെ എനിക്ക് കൂടുതൽ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതാണ് നിങ്ങൾക്ക് നല്ലത്. എന്റെ പോയിന്റ് എന്താണെന്ന് കേൾക്കുന്ന സ്വജനപക്ഷവാദികൾക്ക് മനസ്സിലാവും. അതെ, നിങ്ങളുടെ ആൾക്കാർക്ക് മനസ്സിലാവും, സ്വജനപക്ഷപാതികൾക്ക് മനസ്സിലാവും. നമ്മുടെ ആൾക്കാർക്കല്ല. സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞാല് അവനവന്റെ പക്ഷത്ത് നിന്ന് അവനവന്റെ പക്ഷം എന്ത് പറഞ്ഞാലും അതിന്റെ പിന്നാലെ നിൽക്കുന്ന ആൾക്കാരെന്നാണ് അർത്ഥം. അതിന് വേറെന്താ പറയാ, മറ്റൊരു വേർഡില്ല. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരും. അതെനിക്ക് പറഞ്ഞു തെറ്റിപ്പോയതാണ്. മനസ്സിലായ? ഇങ്ങനെ ഈ ഒരു അങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. എന്റെ അതുകൊണ്ടും കാര്യമില്ല. പക്ഷെ താങ്കളുടെ ആൻസർ ഇതുവരെയും ജസ്റ്റിഫൈഡ് അല്ല. നിങ്ങൾക്ക് തൃപ്തികരമല്ല. ക്ലാരിഫൈഡ് അല്ല. നിങ്ങൾക്ക് തൃപ്തി ആയിട്ടില്ല. തൃപ്തികരമല്ല എനിക്കെന്നല്ല, അല്ല അത് കേൾക്കുന്നവരെ എല്ലാവരുടെ കാര്യങ്ങൾ തീരുമാനിക്കണം. നിങ്ങളെ കാര്യം തീരുമാനിച്ച പോലെ. കാരണം ഈ ഒരു കാലഘട്ടം സുഹൃത്തെ, കാഫിറിങ്ങളെ കൊല്ലും, അവരെ കൊല്ലും, കാഫിറിനെ കൊല്ലുമെന്ന് ഖുർആൻ വചനമുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നതെന്താ വെച്ചാല് നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ ആകെ ചുരുക്കം എന്താ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ എത്ര നേരം പറഞ്ഞത് ഖുർആനും അങ്ങേയറ്റം ചപ്പും ചവറുള്ള സാധനമാണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട, മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണം മാത്രം നോക്കിയാൽ മതി എന്നാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഖുർആനിലും പള്ളി ദർസിലും ഹദീസിലൊക്കെ ഒരുപാട് വൃത്തികേടും വർഗീയതയുണ്ട്, അതൊന്നും ഇപ്പം മുസ്ലിങ്ങൾ ആരും പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വിമർശിക്കണ്ട എന്നാണ് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അല്ലെ? ഒരു മിനിറ്റ്, വൃത്തികേടില്ലല്ലോ. വൃത്തികേടുണ്ട്. മുർത്തദിന് മതം വിട്ട ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇങ്ങനെ ശരിക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ കാഫിറിനെ കൊല്ലണം എന്നും ഖുർആനിലുണ്ട് എന്നൊക്കെ ഞാൻ വെറുതെ പറയാണെന്നല്ലോ. ഖുർആനിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്,
മതം പിന്നെ മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന് നബി നേർക്ക് നേർ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ വളരെ കൃത്യമായിട്ട് ഖുർആനിൽ വളരെ കൃത്യമായിട്ട് ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നു കളയുക എന്ന് വചനമുണ്ട്. പറഞ്ഞാലോ നിങ്ങൾക്ക് ആയത്തറിയണം നിങ്ങൾക്ക്? അതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട അപ്പൊ ഖുർആൻ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇപ്പത്തെ മുസ്ലിങ്ങൾ ഖുർആൻ ഒന്നും എടുക്കുന്നില്ല അതുകൊണ്ട് വിമർശിക്കേണ്ടെന്നല്ലേ നിങ്ങൾ പറയണേ? ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു മിനിറ്റ് ഏതെങ്കിലും ഒരു വ്യക്തി അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. കേട്ടോളൂ കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ ഖുർആനിലുള്ളതൊന്നും അതേപോലെ പ്രാവർത്തികമാക്കി ജീവിക്കുന്നവരല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ പോയിന്റ്? അതാണോ പോയിന്റ്? തീർച്ചയായും ആണ്. അതായത് ഖുർആനൊക്കെ തോട്ടിൽ കളഞ്ഞ ആൾക്കാരാണ് മുസ്ലിങ്ങൾ എന്നാണ്. ഇവൻ നല്ല കാര്യങ്ങൾ ഇസ്ലാമിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഖുർആന് പറയൂ. അതായത് ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാല് ഇസ്ലാമിലുള്ള വൃത്തികേടൊന്നും കാര്യാക്കാത്ത ആൾക്കാരാണെന്നാണോ? വൃത്തികേടെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടു. ആ വൃത്തികേടുകൾ ഫോളോ ചെയ്യുന്നില്ല, അതാണ് നിങ്ങളെ പോയിന്റ്. അതായത് ഖുർആനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങൾ സമ്മതിക്കുന്നു, അതേ സമയത്ത് അതൊന്നും ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ല എന്നാണ് നിങ്ങളുടെ വാദം, ആണോ? അതെ, ഖുർആനിൽ അങ്ങനെ അബദ്ധങ്ങൾ ഉണ്ട്, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ സമ്മതിക്കുന്നു. അതെ, ആ അങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് തർക്കമല്ലേ? അതാണ് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരിക എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ മനസ്സിലായോ? വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരണം ആളുകൾ എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങളെ ബോധത്തിലല്ല ലോകത്തുള്ള മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഖുർആനിൽ അബദ്ധമുണ്ട് എന്ന് സമ്മതിക്കുന്നതോടുകൂടി നിങ്ങളും ഞാൻ വിമർശിക്കുന്ന മതത്തിന്റെ കണ്ണിൽ നിങ്ങൾ മുർത്തതാണ്. ഇപ്പോ മുർത്തതെന്ന് പറയാൻ പറ്റില്ലല്ലോ. മുർത്തതാണ്. നിങ്ങൾക്ക് അതല്ലേ കുട്ടികളെ മദ്രസ പഠിപ്പിക്കണ്ടല്ലോ, ഇത് എന്താണ് മുർത്തത്, എങ്ങനെയാണ് ഒരാൾ മുർത്തതാവുക? ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് 12ാം ക്ലാസ് ഫിഖ് എന്ന് വായിച്ചു തരാം, നിങ്ങൾ കേട്ടോളി. ഹദ്ദൊക്കെ വിശദീകരിക്കുന്ന ഭാഗമുണ്ട്. പറഞ്ഞോളി. ഈ ഒരു കാലഘട്ടത്തില് هذا بطاري يجي شورت يا اخي عشان هذا بطاري في شورت. اوكي ما اقدر اسوي ترتيب؟ لا والله. ലിയാഖത്ത് ഭായ് നിങ്ങൾ വായിച്ചു, നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് ഞാനൊരു സാധനം അയച്ചു തരാം. അൽ റിദ്ദത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എങ്ങനെ മുർത്തതാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം, ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു വചനം, അതിന്റെ ആശയത്തെ നിരാകരിക്കുകയോ ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു വിശ്വാസത്തെ ഇല്ല എന്ന് പറയുകയോ അതിൽ സംശയം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്താൽ ആരായി? മുർത്തതായി. നിങ്ങൾ എന്താ വിചാരിച്ച മുർത്തത് എന്ന് പറഞ്ഞാ? അതെ, അപ്പൊ നിങ്ങൾ മുർത്തതാണ്. കാരണം നമുക്ക് അതിന്റെ ഇസ്ലാമിൽ അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞൊന്നും നമുക്കറിയില്ല. ഓക്കെ, ഏത് സാഹചര്യത്തിൽ പറഞ്ഞാലും ഇപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയോ? ഇപ്പൊ നിങ്ങൾ എനിക്കെതിരെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുശ്രിക്കിനെ കൊല്ലണം എന്നുണ്ട് എന്നാണ്. ബഹുദൈവ വിശ്വാസികളെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് നബി നേരിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ മാതൃകയൊന്നും ഇസ്ലാമില് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ അറിയോ, നമ്മളൊരു വ്യക്തിന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അവന് പൊറുക്കാതെ അള്ളാഹു പൊരുത്തപ്പെട്ട് തരൂല എന്നൊന്നും കൂടി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പിക്ക് ചെയ്തിട്ടുള്ള ഒരു ഇസ്ലാമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഇസ്ലാമിനെ അതിന്റെ സമഗ്രതയിലാണ് പറയുന്നത് സുഹൃത്തെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് നബിനോട് ബദറിൽ ബന്ദിയാക്കി പിടിച്ച ഉഖബ ഇബ്നു അബീ മുഅയ്ത്ത്, അതായത് നിങ്ങള് മറ്റേ ഒട്ടകത്തിന്റെ കൊടൽമാല ഇട്ടപ്പോ ക്ഷമിച്ച നബി ഉണ്ടല്ലോ, ആ നബി ആ വ്യക്തിയെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുന്നുണ്ട്. പിന്നീട് അങ്ങനെ പറയട്ടെ അങ്ങനെ കൊല്ലാൻ പിടിച്ചപ്പോ പറയട്ടെ സുഹൃത്തെ, അങ്ങനെ കൊല്ലാൻ പിടിച്ചപ്പോ എന്റെ കുട്ടികൾക്ക് ആരാ ഉള്ളത്? മുഹമ്മദെ, വരിഞ്ഞു കെട്ടി പിടികൂടിയിട്ടും ബന്ദിയാക്കി പിടിച്ചിട്ട് പിന്നെയും കൊല്ലുകയാണോ? എന്റെ കുട്ടികൾക്ക് ആരാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു നരകാണുള്ളത് എന്ന് പറഞ്ഞു. അതും ഇസ്ലാമല്ലേ? മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹ് എന്ന് നബി നിങ്ങൾ ഈ പറഞ്ഞ ഈ നബി തങ്ങൾ പറഞ്ഞതാണ് മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹ്. ആരെങ്കിലും ഒരാൾ അവന്റെ വിശ്വാസം ഉപേക്ഷിച്ച് മാറുക ചെയ്താൽ അവനെ കൊന്നു കളയണം.
ഓക്കെ, ആ അത് നബി ആ തന്നെയല്ലേ പറഞ്ഞ പറഞ്ഞത്? നബിയാ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നബിയെ രണ്ടാക്കുകയാണ്, രണ്ട് പീസാക്കുകയാണ്. നല്ലത് പറഞ്ഞ ഒരു നബി, മോശം പറഞ്ഞ നബി. രണ്ട് പീസല്ല, മോശം പറഞ്ഞ നമ്മള് നബീനെ നബി ഞങ്ങൾക്ക് തങ്ങൾ. വേണ്ട, നല്ലത് പറഞ്ഞ നബീനെയും കൊണ്ട് ഞാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വിമർശിക്കരുത്. ഇതാണ് നിങ്ങളെ വാദം. അത് തന്നെയല്ല നിങ്ങളുടെ ആവശ്യം. ലൈക്ക് എന്ത്? താങ്കൾ തന്നെയല്ല പറഞ്ഞത് നമുക്ക് മുസ്ലിങ്ങൾ അപ്ഡേറ്റഡ് അങ്ങനത്തെ അതേ, മുസ്ലിങ്ങൾ അപ്ഡേറ്റ് ചെയ്യല്ല. ഇത് യാഥാർത്ഥ്യം. ഇപ്പൊ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളോട് നമുക്ക് തർക്കമില്ലെന്നേ. പക്ഷെ നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇപ്പൊ എല്ലാ മുസ്ലിംസും അതുപോലെയല്ല ജീവിക്കുന്നത്. ഞാൻ ഈ മുസ്ലിങ്ങളെ നോക്കുന്നില്ല സുഹൃത്തെ. ഞാൻ ചോദിക്കട്ടെ, എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഖുർആൻ ഏറ്റവും മികച്ച, എല്ലാത്തിനും മികച്ച, എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഉത്തമമായ ജീവിത മാതൃകയാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ദഅവത്ത് നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, വെറുതെ ആൾക്കാരുടെ സമയം കളയല്ല. ആ നാട്ടിൽ നിന്നുകൊണ്ട് ഈ ഗ്രന്ഥവും ഈ ഗ്രന്ഥം പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനും ഇതിൽ നിന്നുണ്ടാക്കിയെടുത്തുള്ള മതനിയമങ്ങളും ഈ കാലഘട്ടത്തിൽ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റാത്തതും അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായതും ഗോത്രീയമായതും വർഗീയമായതുമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് എന്റെ ബോധ്യം. ഞാനും ദഅവത്ത് നടത്തുന്നു. ഇതിൽ നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട. ആ ഒരു രീതി ഇപ്പൊ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നാട്ടില്, നമ്മുടെ നാട്ടില്? എങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല? അറ്റ്ലീസ്റ്റ് താങ്കൾ ഒരു കാഫിറിനെ ഒരാൾ കൊല്ലുന്നെങ്കിൽ താങ്കൾക്ക് പറയാം അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്നത് തെറ്റാണ്, അത് പറയാം താങ്കൾക്ക്. പക്ഷെ അത് ചെയ്യുന്നില്ല. ഞാൻ ആളുകളെ സംബന്ധിച്ച വിഷയങ്ങളിലല്ല സംസാരിക്കുന്ന സുഹൃത്തെ. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഖുർആനിൽ അങ്ങനെ പരാമർശമുണ്ടോ? ഖുർആനിൽ അങ്ങനെ പരാമർശമുണ്ടോ? പരാമർശം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഖുർആനിൽ അങ്ങനെ പരാമർശമുണ്ടോ? ബ്രോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു ഖുർആനെ ഏത് സിറ്റുവേഷന് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് നമുക്കത് ഏത് തഫ്സീർ നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ല. ആ തഫ്സീർ പിന്നെ എങ്ങനെ മനസ്സിലാവുക? അതെ, അതിനെ മനസ്സിലാക്കേണ്ട ആവശ്യം. അല്ല, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് 1500 കൊല്ലം മുമ്പുള്ള ഒരു മനുഷ്യന്റെ മതത്തിൽ വിശ്വസിക്കുന്നത്? കേക്കട്ടെ, എന്തടിസ്ഥാനത്തിൽ? നിങ്ങളെ ഈമാന്റെ അടിസ്ഥാനം എന്താ? എന്റെ കാരണം ഞാൻ 18 വയസ്സ് വരെ ജീവിച്ചത് എന്റെ ഉപ്പ പറഞ്ഞിട്ടാണ്. ആ ഒരു ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കുന്ന ആളാണോ? അതെ, ഇസ്ലാമിനെ ഞാൻ ഇസ്ലാമിനെ മതമായിട്ട് സ്വീകരിക്കുന്ന ആളാണോ? തീർച്ചയായും, എക്സാക്ട്ലി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്രം. അതാ നിങ്ങൾ ഇസ്ലാമിനെ മതമായിട്ട് സ്വീകരിക്കണ്ടല്ലോ. അതെ, നിങ്ങൾ ഇസ്ലാമിനെ എവിടുന്നാണ് നിങ്ങൾ ഇസ്ലാം നിങ്ങൾ നിർദ്ധരിച്ചെടുത്തിട്ടുള്ളത്? അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ലൈക്ക് 18 വയസ്സ് വരെ എന്റെ ഉപ്പ അത് വിട്ടേക്ക്, ചെറിയ പ്രായത്തിൽ പറഞ്ഞത് വിട്ടേക്ക്. നിങ്ങൾ സ്വതന്ത്രനായ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, ഇപ്പോൾ നിങ്ങൾ ഒരു ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണോ? ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നു, തീർച്ചയായും. യെസ്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇസ്ലാം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണ്? മീൻസ് നിങ്ങളുടെ പ്രമാണം എന്താണെന്ന്? പ്രമാണം ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട്, നിങ്ങളുടെ ഇസ്ലാമിന്റെ പ്രമാണം എന്താണ്? റിസർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ മുസ്ലിം ആവുക അല്ലെങ്കിൽ ഇസ്ലാം ഫോളോ ചെയ്യാൻ നിങ്ങൾ ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്ന ആളാണോ? അതെ, തീർച്ചയായും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എക്സാക്ട്ലി. ഈമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളും വിശ്വസിക്കുന്ന ആളാണ് അല്ലേ? വിശ്വസിക്കണല്ലോ. ഖദറും ഖളയിലും വിശ്വസിക്കുന്ന ആളാണ്. ഈ മുഹമ്മദിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ഉത്തമമായ മാതൃക ഉണ്ട് മുഹമ്മദ് നബിയിൽ എന്ന്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്, തീർച്ചയായും. മുഹമ്മദ് നബിയുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ഏറ്റവും ഉത്തമമായ മാതൃകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അത് വിശ്വസിച്ചല്ലേ പറ്റൂ ബ്രോ. അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മാതൃകയല്ല മുഹമ്മദ് നബി, അങ്ങനെ ഒരു ഉത്തമമായ ഗ്രന്ഥമല്ല ഖുർആന്. അത്ര ഞാൻ പറഞ്ഞോളൂ. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും അത് തന്നെയാണ്. ഒരു മിനിറ്റ് ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? എന്റെ ഒരു ഐഡോളായിട്ട് തെരഞ്ഞെടുത്തതിന് സമൂഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അതാ പറഞ്ഞത്, ഈ മുഹമ്മദ് നബി ചെയ്തതിന് ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണെങ്കിൽ അത് ഉത്തമമായ മാതൃകയല്ല എന്ന് പറയുന്ന ചെയ്യും. മുഹമ്മദ് നബി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി ചെയ്ത ഒരുപാട് ചീത്ത കാര്യങ്ങളുണ്ട്. അതാണ് മാത്രമേ ഉള്ളൂ.
നിങ്ങൾ നല്ല കാര്യങ്ങൾ എടുത്തോ. മുഹമ്മദ് നബി ചെയ്ത ഒരുപാട് മോശം കാര്യങ്ങളുണ്ട്, ഖുർആനിലുള്ള ഒരുപാട് മനുഷ്യത്വ മോശം വിരുദ്ധമായ കാര്യത്തിനാ ആയത്തുകളുണ്ട്. അത് മോശം ഞാൻ പറയുന്നു. കാര്യത്തിനാ അതിനെന്താ താങ്കൾക്ക് നിങ്ങൾക്ക് ഈ പ്രശ്നം? കാലഘട്ടത്തിൽ ദാറ്റ് വാസ് മൈ ക്വസ്റ്റ്യൻ ബ്രോ. അപ്പൊ മോശം കാര്യത്തിന് നിങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ മുഹമ്മദ് നബി ചെയ്ത ഒരു മോശം കാര്യം 1500 വർഷം ഈ മുൻപ് ഒരു കാലഘട്ടത്തിൽ മിനിറ്റ് താങ്കൾക്ക് വിമർശിക്കേണ്ട ആവശ്യം ഉണ്ട്. എന്താണ്? ഇതാണ് That നിങ്ങളുടെ was my വിശ്വാസം question. പോലും വിമർശിക്കപ്പെടേണ്ടതാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയാണ് വിമർശിക്കുന്നത്. വിമർശാതീതമായിട്ടുള്ള ഒരു സംഭവം പോലും ദുനിയാവിലില്ല. അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്തിനാ വിമർശിക്കണം ചോദിക്കുമ്പോ, അതായത് അപകർഷതാബോധം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു വിശ്വാസിയുടെ മനസ്സ് ഞാൻ നിങ്ങളിൽ കാണുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന മതം അത്രയും മോശമായിട്ടുള്ള ഒരു സാധനമാണ് എന്ന് നാട്ടുകാർ അറിയുന്നതിലുള്ള വേവലാതി മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ എന്നെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. എന്റെ പബ്ലിക് ഇന്റൻഷൻ ഇത് കേൾക്കുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല. ഈവൻ വിശ്വാസികൾക്ക് പോലും സംശയം ഉണ്ടാവില്ല. ഇത് കേൾക്കുന്ന വിശ്വാസികൾ ഇത് കേൾക്കുന്ന വിശ്വാസികൾ പൊതുമാന്യതക്ക് വേണ്ടി ഇസ്ലാമിനെ ഒറ്റുകൊടുക്കുന്നു എന്നാണ് നിങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നത്. കേട്ടോളി. ബ്രോ വെയിറ്റ്, ലിസൺ പ്ലീസ് ബ്രോ വെയിറ്റ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ 2025 1500 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ താങ്കൾ വിമർശിക്കണമെങ്കിൽ വാട്ട് ഈസ് യുവർ പബ്ലിക് ഇന്റൻഷൻ? 1500 വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യന്റെ കിതാബ്, ആ മനുഷ്യൻ എഴുതിയ കാര്യങ്ങളൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു സാധനമാണെന്ന് പറയുകയും പഠിപ്പിക്കപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യരുള്ള കാലത്തോളം അതത്ര മികച്ച ഒരു സാധനമല്ല എന്ന് എന്റെ ജീവിതാനുഭവം കൊണ്ടും അറിവുകൊണ്ടും എന്റെ ബോധ്യം കൊണ്ടും എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ സമൂഹത്തിനോട് പറയുക തന്നെ ചെയ്യും. ഡസൻ മാറ്റർ. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഏത് രീതി വിലയിരുത്താം. അത് എന്നെ സംബന്ധിച്ച് അതായത് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായി ബോധ്യമുള്ള, എന്നാൽ വിശ്വാസത്തെ തള്ളിക്കളയാൻ കഴിയാത്ത, ഒരു വിശ്വാസത്തിനകത്ത് കുരുങ്ങിപ്പോയ ഒരു വിശ്വാസിയുടെ അപകർഷതാബോധം മാത്രമാണ് ഇപ്പൊ നിങ്ങൾ പ്രകടിപ്പിച്ചത്. നത്തിങ് മോർ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ നൂറ്റാണ്ടിൽ എന്ന് പലയാവർത്തി പറഞ്ഞത്. ഇസ്ലാമിന് അങ്ങനെ ഈ നൂറ്റാണ്ടും 7-ാം നൂറ്റാണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഇസ്ലാമിന്റെ വിമർശനം, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളും ഈ നൂറ്റാണ്ടിൽ അംഗീകരിക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് പറയില്ല. എന്നുള്ളതല്ലാതെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ലൈക്ക് മറ്റു മതസ്ഥരിൽ ഇതൊരു ബ്ലാക്ക് മാർക്കാണ് ഇസ്ലാമിന്. മുസ്ലിങ്ങൾക്ക് ലൈക്ക് അവർക്ക് ഇസ്ലാം എന്തെന്ന് അവർക്കറിയില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക്, അവരുടെ ജീവിക്കുന്ന ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് ഇവരുടെ മൈൻഡ് സെറ്റ് ഇത് തന്നെ ആയിരിക്കും. ഇവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? അതായത് താങ്കൾ ഇങ്ങനെ വിമർശിക്കുന്നത് കൊണ്ട്, താങ്കൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നുള്ളതിലുപരി മറ്റു മതസ്ഥരിൽ ഇത് മുസ്ലിംകളെ ഇപ്പൊ ഒരു ഹിന്ദു സഹോദരൻ ഇവിടെ ഇരുന്നാ വിചാരിക്കുന്ന ഇവന്റെ മൈൻഡിലാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ നിഗമനത്തിനെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇസ്ലാമിന് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല നിങ്ങൾ പറയണേ. ഇസ്ലാമിനൊരു കോട്ടം സംഭവിക്കും തോന്നില്ല. ഇസ്ലാമിന്റെ കോട്ടം ഒരു മിനിറ്റ് ഇസ്ലാമിന്റെ കോട്ടം നിങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് 1400 കൊല്ലം മുമ്പ് എന്തോ നടന്നു, അതൊന്നും 1400 കൊല്ലം മുമ്പ് നടന്നു, അതൊന്നും ഇപ്പൊ കാര്യമാക്കുന്നില്ല, അതൊന്നും ഇപ്പൊ മുസ്ലിങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടതാണ് നിങ്ങൾ ആദ്യം സ്ഥാപിച്ചു വെച്ചു. ഇവിടെ ഖുർആൻ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. നിങ്ങൾ ഈ പറഞ്ഞ അതേ സാധനം തന്നെ നമ്മൾ നാട്ടുകാരോട് പറയുന്നുള്ളൂ. നിങ്ങളതിൽ ബേജാറാവണ്ട. കാലഹരണപ്പെട്ട ഗ്രന്ഥമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിച്ചത് ഇപ്പൊ ആളുകൾ ഖുർആൻ അനുസരിച്ചാണോ ജീവിക്കുന്നത്. നല്ല കാര്യങ്ങൾ മാത്രമല്ല ഖുർആനിലുള്ളത്. Muslims are not following the good things also from the Quran. നല്ല കാര്യങ്ങൾ പോലും ഫോളോ ചെയ്യുന്നില്ല ഇപ്പോഴത്തെ മുസ്ലിം. സോ അപ്പൊ ഇസ്ലാം പൂർണ്ണമായ പരാജയമാണ്. അപ്പൊ ഇസ്ലാം സമ്പൂർണ്ണ പരാജയമാണ്. അതായത് നല്ല കാര്യങ്ങൾ മുസ്ലിങ്ങൾ പോലും ഫോളോ ചെയ്യാത്ത ഒരു മതമാണെങ്കിൽ ഈ മതത്തിന് എന്ത് പ്രസക്തിയുള്ളത്? പേര് മാത്രമേ ഉണ്ടാവുന്നു. ഓൾറെഡി ഖുർആൻ തന്നെ നിങ്ങളല്ലല്ലോ ബാക്കി. നിങ്ങൾ ആരാണ് ബാക്കിയുള്ളവരുടെ ഈമാൻ അളക്കാൻ? മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കുക? നിങ്ങൾ നിങ്ങളുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ കാഴ്ചപ്പാട് നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ മുസ്ലിങ്ങൾ അങ്ങനത്തോരാണ് ഇങ്ങനത്തോരാണ് നിങ്ങൾ എന്തിനാ പറയണേ? നിങ്ങളല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ
എന്താ പറഞ്ഞ? കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവണമെന്ന് താങ്കളല്ലേ പറഞ്ഞു? ആര് അപ്ഡേറ്റ് ആവണമെന്ന്? അപ്ഡേറ്റ് ആവണമെന്ന് ആര് അപ്ഡേറ്റ് ആവണമെന്ന്? നിങ്ങൾ പറഞ്ഞു തുടങ്ങിയതും ഒരു മിനിറ്റ് നിങ്ങൾ മനുഷ്യന്മാരെ കൊന്നത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല? അതൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലേ? അതൊക്കെ എന്ത് പൊളിറ്റിക്കൽ ഇഷ്യൂ? അവരുപയോഗിച്ച സാധനം എന്താ? എന്താണ്? അവരെന്താ ചെയ്തത്? അല്ലാഹു അക്ബർ എന്നാണ്. എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയില്ല? എന്താ ചെയ്തത് എനിക്കറിയില്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഏതോ ഭാഗത്തെ 14 പേര് 14 പേരെ കൊന്നത് ഇസ്ലാമിക തീവ്രവാദികൾ വന്ന് കൊല്ലപ്പെടുന്നത് അമുസ്ലിങ്ങളാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാ ചെയ്തത്. വിഷ്വൽ തെളിവല്ലേ? വീഡിയോകൾ വരെ തെളിവായിട്ട് അവിടെ കിടക്കാണ്. അതൊക്കെ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അത് വേറെയാണ്. ഏത് വേറെയാണെന്ന് താങ്കൾ വിചാരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിലും ഉപയോഗിച്ചത് ഈ മതമാണ്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിലും ഉപയോഗിക്കുന്നത് മതമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. IS പിന്നെ യസീദികളോട് ചെയ്തത് മുഹമ്മദ് നബി ബനു മുസ്തലഖിനോട് ചെയ്ത അതേ കാര്യമാണ്. മുഹമ്മദ് നബി ബനു മുസ്തലിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇസ്ലാം തന്നെയാണ്, മുസ്ലിങ്ങളാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നോ നിങ്ങൾ ആ നമ്പർ ഒന്നും നടക്കൂല. ഇസ്ലാം എന്താ പൊളിറ്റിക്കൽ അല്ലേ? അല്ല, ഇസ്ലാം എന്താ? അല്ല, നിക്ക് ഇസ്ലാം അതൊക്കെ പൊളിറ്റിക്കൽ ആണ്. അപ്പൊ ഇസ്ലാം എന്താ? തീർച്ചയായും പൊളിറ്റിക്കലാണ്. ഇസ്ലാം പൊളിറ്റിക്സ് മാത്രമാണ്. അങ്ങനെ പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു ഇസ്ലാം റിലീജിയൻ ഇല്ല സുഹൃത്തെ. മുഹമ്മദ് നബി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഇസ്ലാമിൽ ബനു മുസ്തലഖിനോട് എന്താണോ മുഹമ്മദും സംഘവും ചെയ്തത് അത് തന്നെയാണ് IS യസീദികളോട് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ISISന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിമാണ്? അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. നിങ്ങൾ വഹാബിസ് ഒന്ന് ആഴ്ത്തി പഠിച്ചാൽ മതി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഒന്നാമത്തെ ഇരകള്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിക് ജിഹാദിന്റെ ഉള്ളുകള്ളികൾ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രം പഠിക്ക്. കൊല്ലപ്പെട്ടവരിൽ 99% പേര് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. 100% എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിങ്ങളെ തന്നെയാണ് അവർ ആദ്യം ആക്രമിക്കുക. Bro, if you don't mind, I'm really sorry that hello. പറഞ്ഞോളി. If you don't mind, എനിക്കിപ്പോ ടൈം ഇറ്റ്സ് ഓൾറെഡി. നോ പ്രോബ്ലം. ഞാൻ വീണ്ടും വിളിക്കുന്നുണ്ട് ഇൻഷാല്ലാ. ഓക്കേ, തീർച്ചയായും. എന്തെങ്കിലും ഒരു പോയിന്റ് പറയാൻ വിളിക്കൂ. ഞാൻ പറഞ്ഞ ഒരു വിഷയത്തെ സംസാരിക്കാൻ വിളിക്കും. വെറുതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുന്നതിൽ അർത്ഥമല്ല. പോയിന്റ് മീൻസ് ഞാൻ പറഞ്ഞ പോയിന്റ് ആ പറഞ്ഞ പോയിന്റ് ഇതുവരെ ഇതിനോടകം ഓൾറെഡി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. കേൾക്കുന്നവർ വിലയിരുത്തട്ടെ. 100% അതെ, കേൾക്കുന്നവർ വിലയിരുത്തട്ടെ. ഓക്കെ, ഇത്രയൊക്കെ കടുപ്പിച്ച് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. ഞാൻ ഉദ്ദേശിച്ചല്ല. ഓക്കെ, താങ്ക് യു. അല്ല, ഇത് കടുപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, കുഴപ്പമില്ല. Okay, thank you very much.